Dear students, welcome back to Rejuven PSK tele classes. Last day നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലെ ഫാരഡേയുടെ എക്സ്പെരിമെൻറ്റ്സും അതിനെ ബേസ് ചെയ്തിട്ട് ഫാരഡേ ഫോർമുലേറ്റ് ചെയ്ത ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വിച്ച് പ്രൊവൈഡ്സ് യു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്നുള്ളതും അതുപോലെ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് തരുന്ന ലെൻസസിലുമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ചെന്ന ഹോംവർക്കിൽ ഫസ്റ്റ് വൺ ഈസ് റിഗാർഡിംഗ് ദി ബേസിക് ഡിഫറൻസിയേഷൻ. Flux is given as a function of time. They are asking for the direction of induced current, not the magnitude of induced current. Current കാണ് EMF വേണം. Using the Faraday's law, E is equal to minus d phi by dt minus of derivative of that function 6t. So 6t square derivative എന്താ 12t minus 5t derivative എന്താ minus 5. അല്ലെങ്കിൽ minus ഉള്ളിലോട്ട് multiply the 5 minus 12t is the equation for the induced EMF. Depends on time, and it's very clear that at t is equal to 0.25 second, what about the magnitude of induced current? Therefore, at t is equal to 0.25 second, the EMF is 5 minus 12 into, instead of t, it will be 0.25, and solving which you are getting the EMF as 2 volt, and current is equal to, already the resistance is given, therefore current is equal to E by R, that is equal to 0.2 ampere. Next question നമ്മൾ സോൾവ് ചെയ്യുന്നു. നമ്മുടെ രണ്ടാമത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണത്. A coil having 500, it's n, number of turns is given, square ആണ്, loop of side തന്നിട്ടുണ്ട്, side നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. Plane perpendicular, theta is given, when it's passing perpendicular, theta is equal to 0, cos 0 value 1 വരും. To a magnetic field which increases at a rate Tesla per second, nothing but dB by dt. ഇത്രയും കാര്യം തന്നിട്ടുണ്ട്. ആസ്കിംഗ് ഫോർ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ, ആൻഡ് ഫ്രം ദി ഫാരഡേസ് ലോ, magnitude of induced EMF is equal to rate of change of magnetic flux for n turns minus n into d phi by dt. What is phi? B a cos theta. Listen, here b is only the variable, a cos theta, a and cos theta are constants taken outside, therefore minus n into a cos theta into dB by dt. Substituting for the n is 500. And next one, area, 10 centimeter is 100 centimeter, area will be 100 centimeter square, converting to meter square you are getting 10 raised to minus 2 into cos theta, passing perpendicular, theta is 0, cos 0 is 1, and dB by dt is 1 Tesla per second, SI unit itself for 1, and solving which you are getting it as minus 5 volts. Okay, this 10 raised to minus 2 and 10 raised to 10 raised to minus 2 cancels, you are getting the value as minus 5 volt. From the options, most appropriate answer is option 4, 5. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ള ഒരു കുറച്ച് ഭാഗം ഞാൻ പറഞ്ഞ് ബാക്കി മക്കൾക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ള പ്രോബ്ലം ആയിരുന്നത്. അതിൽ റിയോസ്റ്റാറ്റിൻ്റെ അങ്ങോട്ട് നീക്കുമ്പോൾ ഈ ലെങ്ത്ത് കുറയുമെന്ന് പറഞ്ഞു. ആ ലെങ്ത്ത് കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് കൂടും. ഓക്കെ, അപ്പോൾ ഇവിടെ റിയോസ്റ്റാറ്റിൻ്റെ ചേഞ്ചസ് ആൻഡ് റിയോസ്റ്റാറ്റിൻ്റെ സെറ്റിങ്സിലെ ചേഞ്ച് മാറ്റുന്നതനുസരിച്ച് കറണ്ട് കൂടുക. ഇവിടെ ഓൾറെഡി കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം പോസിറ്റീവ് നെഗറ്റീവ് ഒരു ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ലിസൺ, ഇവിടെ ഏത് സൈഡാണ് കാണുന്നത് നോക്കൂ, ആരോ മാർക്ക് വന്നിട്ട് കണ്ടോ, ഫസ്റ്റ് പാർട്ടിൽ കാണുന്നുണ്ട്, സെക്കൻഡ് പാർട്ടിൽ അവിടെ ആക്സിസ് ഇല്ല കണ്ടോ. അതുകൊണ്ട് നമ്മൾ കാണുന്നത് ഇപ്പുറ സൈഡാണ് കണ്ടോ. ഫസ്റ്റ് പാർട്ടിൽ ആക്സിസ് ഉണ്ട്, സെക്കൻഡ് പാർട്ടില്ല, ഇപ്പുറ സൈഡിൽ നിന്നാണ് കാണുന്നത്. ഓക്കെ, എ സൈഡ് എന്ന് വിളിക്കുന്നവിടുന്നാണ് കാണുന്നത്. ഇവിടെ നോക്കുമ്പോൾ കറണ്ട് വിൽ ബി ലൈക്ക് ദിസ്, കറണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, കറണ്ട് ഇപ്പുറത്തൂടെ കയറി മുകളിലൂടെ ഒന്ന് അപ്പുറത്തൂടെ ഇറങ്ങിപ്പോവാണ്. ദിസ് കറണ്ട് പ്രൊഡ്യൂസ് എ ഫീൽഡ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇവിടുത്തെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതാ ഇങ്ങോട്ട്, ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഫീൽഡ് ഈസ് ഇതാ ഇങ്ങനെ ഔട്ട്വേർഡ് ഫീൽഡാണ് വരുന്നത്. ഔട്ട്വേർഡ് ഫീൽഡാണ് എന്നെ സംബന്ധിച്ച് ഫ്രം ദിസ് സൈഡ്, എ സൈഡിൽ നിന്നാണ് വ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദ ഫീൽഡ് ഈസ് ഔട്ട്വേർഡ്. നോക്കൂ, കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ദിസ് ഔട്ട്വേർഡ് ഫീൽഡ്, ഔട്ട്വേർഡ് ഫ്ലക്സ് ഈസ് ഇൻക്രീസിങ്. ഔട്ട്വേർഡ് ഫ്ലക്സ് കൂടുമ്പോൾ ഇൻവേർഡ് ഫ്ലക്സ് ഇൻഡ്യൂസ് ചെയ്യണം. ദർഫോർ ഇൻവേർഡ് വേണം. ഇൻവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലോട്ട് കണ്ടോ, ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരണം, ഈ ഡയറക്ഷനിലാണ് വരിക കണ്ടോ. ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനവിടെ ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റായിട്ട് മനസ്സിലാവും. വൈ എക്സ് സെഡ് കണ്ടോ, വൈ എക്സ് സെഡ്. യുവർ ആൻസർ ഈസ് വൈ എക്സ് സെഡ്. ഇത്തരം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ദി റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് കറക്റ്റ് പ്രോബ്ലത്തിനനുസരിച്ച് ഏത് സൈഡിൽ നിന്നാണ് വ്യൂ നോക്കുന്നത് അതിനനുസരിച്ചാണ് മക്കളത് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുള്ള രണ്ടെണ്ണം നമ്മൾ സോൾവ് ചെയ്തു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ ഇറഗുലർ ലൂപ്പ് എ ബി സി ഡി, ഈ ലൂപ്പ് ഓൾറെഡി അവിടെ മാഗ്നറ്റിക് ഫീൽഡിലായിരുന്നു, ക്രോസ് ആണ്, ഇൻവേർഡ് ഫീൽഡിലായിരുന്നു. അവിടുന്ന് ഇറ്റ്സ് റിമൂവ്ഡ് ഫ്രം ദാറ്റ് റീജിയൻ.
അപ്പോൾ ഓൾറെഡി അവിടെ ഇൻവാർഡ് ഫ്ലക്സ് ഉണ്ടായിരുന്നു, ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്. വെൻ ഇറ്റ്സ് ടേക്കൺ ഔട്ട് ഓഫ് ദ ഫീൽഡ് ഫ്ലക്സ് കുറയുന്നു. ഏത് ഫ്ലക്സ് കുറയുന്നു? ക്രോസ് ഇൻവാർഡ് ഫ്ലക്സ് കുറയുന്നു. ഇൻവാർഡ് ഫ്ലക്സ് കുറയുമ്പോൾ ഇൻവാർഡ് ഫ്ലക്സ് തന്നെ വേണം. ഇൻവാർഡ് ഫ്ലക്സ് കണ്ടോ, ഇൻവാർഡ് ഫ്ലക്സ്, ഇൻവാർഡ് തള്ളവിരൽ പോകുന്ന നോക്കണേ, തം ഈസ് ഇൻവാർഡ്. ഇൻവാർഡ് എന്ന് പറഞ്ഞ് ഏത് ഡയറക്ഷനാ? എ ബി സി ഡി. ദ ആൻസർ വിൽ ബി എ ബി സി ഡി. ഈ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ. ഈ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ രണ്ട് ഭാഗത്ത് കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഏരിയ കുറയും. ഏരിയ കുറയുമ്പോൾ ഫ്ലക്സ് കുറയും. ഡോട്ടാണ് ഏത് ഫ്ലക്സാ? ഔട്ട്വാർഡ് ഫ്ലക്സ് കുറയുമ്പോൾ ഔട്ട്വാർഡ് ഫ്ലക്സ് തന്നെ വേണം. ഔട്ട്വാർഡ് ഈസ് ഗിവൺ ബൈ വിച്ച് ഡയറക്ഷൻ? ഔട്ട്വാർഡ് ഈസ് ഗിവൺ ബൈ ആൻറ്റി ക്ലോക്ക് വൈസ്. ഹിയർ ദ ആൻസർ വിൽ ബി ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നിങ്ങൾക്ക് വർക്ക് തന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. A circular loop of flexible conducting material is kept in a magnetic field directed perpendicularly into its plane by holding the loop at diametrically opposite ends. അപ്പോൾ ഞാൻ അതിൻ്റെ ഫിഗർ വരക്കുമ്പോൾ ഇൻ ടു ദ പ്ലെയിൻ എന്നാണ് ഫീൽഡ് കിടക്കുന്നത് കേട്ടോ. ഇൻ ടു ദ പ്ലെയിൻ, എവിടെ? പെർപെൻഡിക്കുലർ ഇൻ ടു ദ പ്ലെയിൻ ആൻഡ് ദർഫോർ ലിസൺ ദ ഇൻ ടു. ഓക്കെ, ഇൻ ടു ദ പ്ലെയിൻ, ഉള്ളിലോട്ട് ഫീൽഡ് ലൈൻസ് വരുന്നു. ഈ സ്ഥലത്ത് ആരുണ്ട്? ഒരു സർക്കുലർ ലൂപ്പ് ഉണ്ട്. യു ക്യാൻ സീ എ സർക്കുലർ ലൂപ്പ് ഹിയർ. ദിസ് ഈസ് എ സർക്കുലർ ലൂപ്പ്. അതിന് ഡയമട്രിക്കലി ഓപ്പോസിറ്റ് എൻസിൽ അങ്ങ് പിടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണത്? ഇറ്റ് ഈസ് സഡൻലി സ്ട്രെച്ച്ഡ് ഔട്ട്വാർഡ്. ഇത് ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്തു. സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് കൂടി മക്കളെ? ഏരിയ ഇൻക്രീസ്. യെസ്, വെൻ ദീസ് രണ്ട് ഡയമട്രിക്കലി ഓപ്പോസിറ്റ് പോയിൻറ്റ്സിൽ പിടിച്ച് നമ്മൾ സ്ട്രെച്ച് ഔട്ട്വാർഡ് ആവുന്ന സമയത്ത്, എല്ലാ ഭാഗത്തും പിടിച്ച് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഏരിയ ഇൻക്രീസ് ചെയ്യും. അതേ സമയത്ത് ഈ രണ്ട് സൈഡിൽ പിടിച്ച് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇറ്റ് വിൽ ടേക്ക് ദിസ് ഫോം. ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ? രണ്ട് ഭാഗം പിടിച്ച് അങ്ങ് വലിക്കുമ്പോൾ സമയത്ത് ഈ ഭാഗം അങ്ങ് കുറഞ്ഞു വരും. വാട്ട് ഹാപ്പൻസ് ടു ഏരിയ ഡിക്രീസസ്. ഏരിയ കുറയുമ്പോൾ ഏത് ഫ്ലക്സ്? ഇൻവാർഡ് ഫ്ലക്സ് കുറയും. എല്ലാ ഭാഗം പിടിച്ച് വലിക്കുന്ന സമയത്ത് ഏരിയ കൂടും. ഈ രണ്ട് ഡയമട്രിക്കലി ഓപ്പോസിറ്റ് എൻഡ്സ് മാത്രം നിങ്ങൾ സഡൻലി സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏരിയ കുറയാണ്. ഏരിയ കുറയുമ്പോൾ ഇൻവേർഡ് ഫ്ലക്സ് കുറയും. ഇൻവേർഡ് ഫ്ലക്സ് കുറയുമ്പോൾ ഏത് ഫ്ലക്സ് വേണം? ഇൻവേർഡ് ഫ്ലക്സ് തന്നെ ഇൻഡ്യൂസ് ചെയ്യണം. ഇൻവേർഡ് ഫ്ലക്സ് ഈസ് ഗിവൺ ബൈ, ലിസൺ, ഈ ഡയറക്ഷനിലെ കറണ്ടാണ് വരിക അല്ലേ? ഡയറക്ഷൻ വിൽ ബി clockwise. Okay, no, a clockwise current will be induced. Option 3 ആണ് നിങ്ങളുടെ ആൻസർ വരിക. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യം, വെൻ ഇറ്റ് ഈസ് സ്ട്രെച്ച്ഡ് ഔട്ട്വാർഡ് എന്നാണെങ്കിൽ NCERT-യിലെ 6.2 എന്ന ക്വസ്റ്റ്യനൊക്കെ ചെയ്യുന്ന സമയത്ത് അത് സ്ട്രെച്ച് ചെയ്യുക, എല്ലാ ഭാഗവും ഒരുമിച്ച് സ്ട്രെച്ച് ചെയ്യാണ്. ഹിയർ ഇറ്റ് ഈസ് സ്ട്രെച്ച്ഡ് ബൈ ഹോൾഡിംഗ് ദ ലൂപ്പ് അറ്റ് ഡയമട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്. രണ്ട് സൈഡിൽ പിടിച്ച് വലിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ലൂപ്പ് പെട്ടെന്ന് അങ്ങ് ഏരിയ കുറയും. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് വൺ. ഓക്കെ, ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. മക്കൾ നോക്കണേ, ആ 4 സ്റ്റെപ്പ് നമ്മൾ കറണ്ട് ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൽ കറണ്ട് അങ്ങോട്ട്, ദ ഫീൽഡ് ഔട്ട്വാർഡാ. ഹിയർ ഐ എം റൈറ്റിംഗ് ഇറ്റ് ആസ് ഔട്ട്വാർഡ് ഫീൽഡ്. ഔട്ട്വാർഡ് ഫ്ലക്സ് ആണുള്ളത്. ഓക്കെ, കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും, ഫ്ലക്സും ഇൻക്രീസ് ചെയ്യുന്നു. ഔട്ട്വാർഡ് ഫ്ലക്സ് ഇൻക്രീസസ്. മക്കളെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ലെൻസസ് ലോ. ഔട്ട്വാർഡ് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡാഷ് ഫ്ലക്സ് ഇൻഡ്യൂസസ് ഇൻവാർഡ്. ഔട്ട്വാർഡ് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻവാർഡ് ഫ്ലക്സ് ഇൻഡ്യൂസസ്. ഇൻവാർഡ് ഫ്ലക്സ് ആണ് ഇൻഡ്യൂസ് ചെയ്യുക. ഇൻവാർഡ് ഫ്ലക്സ് ഈസ് ഗിവൺ ബൈ നോക്കൂ, ഇൻവാർഡ് ഫ്ലക്സ് ഈസ് ഗിവൺ ബൈ clockwise. Answer will be clockwise. The clockwise current ആണ് അവിടെ ഇൻഡ്യൂസ് ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്നു നമുക്കിവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് വന്നിരുന്നു, ഇവിടെ ക്ലോക്ക് വൈസ് വരും, ഇവിടെയും ആൻസർ ക്ലോക്ക് വൈസ് വരും. ഇങ്ങനെ ആൻസർ അങ്ങനെയല്ല ഓർത്ത് വെക്കുന്നത്. ഇവിടുത്തെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ഇവിടെ കിടക്കുന്നത്, ഇത് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആൻസർ വെരിഫൈ ചെയ്ത്. ഓക്കെ, ഇത്തരം ക്വസ്റ്റ്യനുകളാണ് ഉണ്ടായിരുന്നു തോന്നുന്നു. one more question is there. Here this is the question. ശ്രദ്ധിക്കണേ, ഈ ക്വസ്റ്റ്യനിൽ ക്ലൂ പറഞ്ഞായിരുന്നു, വെൻ ദ സ്വിച്ച് ഈസ് ക്ലോസ്. സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും അല്ലേ? ദിസ് കറണ്ട് ഇൻക്രീസ്. സ്വിച്ച് ഓൺ ആക്കാണ്. ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓൺ ആക്കുന്ന സമയത്ത് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ മക്കൾ കൈ ഇങ്ങനെ തടവി നോക്കുന്ന സമയത്ത് ലിസൺ, ഈ കറണ്ട് കാരണമുള്ള ഫ്ലക്സ് എങ്ങടാ? ഔട്ട്വാർഡാ. ഇവിടെ ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള ഫ്ലക്സ് ഔട്ട്വാർഡ് ഫ്ലക്സാ.
ഔട്ട്വാർഡ് ഫ്ലക്സ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, സ്വിച്ച് ഓൺ ആക്കാണ്. സ്വിച്ച് ഓൺ ആക്കുക എന്ന് പറയുമ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്യുക. കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്വാർഡ് ഫ്ലക്സ് ഇൻക്രീസസ്, ഔട്ട്വാർഡ് ഫ്ലക്സ് കൂടുന്നു. ദെൻ തേർഡ് സ്റ്റെപ്പ് ലെൻസസ് ലോ. ഔട്ട്വാർഡ് ഫ്ലക്സ് കൂടുമ്പോൾ ഇൻവാർഡ് ഫ്ലക്സ് ഇൻഡ്യൂസസ്, ഇൻവാർഡ് ഫ്ലക്സ് ആണ് അവിടെ ഇൻഡ്യൂസ് ചെയ്യുക. ഇൻവാർഡ് ഫ്ലക്സ് ഈസ് ഗിവൺ ബൈ ഇൻവാർഡ് ഫ്ലക്സ്. ഔട്ട്വാർഡ് ആണ് ഇങ്ങനെ വെച്ചേനെ കേട്ടോ. ഇൻവാർഡ് ഫ്ലക്സ് ഇൻഡ്യൂസസ് മീൻസ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് clockwise. Your answer is clockwise. Okay, ഇത് സ്വിച്ച് ഓപ്പൺ ആവണമെങ്കിൽ, സ്വിച്ച് ഓപ്പൺ ആവുന്ന കേസാണ് ചോദിച്ചിരുന്നെങ്കിൽ ഇവിടെ കറണ്ട് കുറയും, ഔട്ട്വാർഡ് ഫ്ലക്സ് കുറയും. ഔട്ട്വാർഡ് ഫ്ലക്സ് കുറയുമ്പോൾ ഔട്ട്വാർഡ് ഫ്ലക്സ് ഇൻഡ്യൂസ് ചെയ്യും. ഔട്ട്വാർഡ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആൻസർ മാറും. അപ്പോൾ ഇതിൽ ഓരോ പോയിന്റും, ഇത്തരം ക്വസ്റ്റ്യനുകളിലെ ഓരോ പോയിന്റും മക്കൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ശ്രദ്ധിക്കണേ മക്കളെ, ആ പേര് തന്നെ കഥയുണ്ടടാ. EMF ഇലക്ട്രോണിൻ്റെ ഫ്ലോയ്ക്ക് കാരണമാകുന്ന ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ആൻഡ് ഇറ്റ് ഇസ് ഡ്യൂ ടു മോഷൻ. വെൻ എ റോഡ് ഈസ് മൂവിങ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ്, ഇനീഷ്യലി ഇപ്പോൾ നോക്കൂ, ഇത് റോഡാണ്. ആ റോഡ് കുറച്ച് ദൂരം മൂവ് ചെയ്യുമ്പോൾ കുറച്ച് ഏരിയ കവർ ചെയ്തു, കുറച്ചുകൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഏരിയ കവർ ചെയ്തു പോകുന്നു. ഏരിയ മാറുമ്പോൾ കവർ ചെയ്ത അല്ലെങ്കിൽ അത് എൻകൗണ്ടർ ചെയ്ത ഫ്ലക്സ് മാറുമ്പോൾ അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യും. ദാറ്റ് EMF ഈസ് നോൺ ആസ് മോഷണൽ EMF. What is motional EMF? It is the EMF induced across a metal rod which is moving through a magnetic field. ഒരു മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുന്ന സമയത്ത് കണ്ടീഷനൊക്കെ ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡിന് കണ്ടീഷനുണ്ട്. ഒന്ന് നമ്മൾ ഡെപ്തിൽ പോകുന്ന ടോപ്പിക്കാണ് മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഓർക്കുക, ഇറ്റ് ഈസ് ദ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ മോഷൻ ഓഫ് എ റോഡ്. അപ്പോൾ അതിന് ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നു. യു ഹാവ് എ റെക്ടാങ്കുലർ മെറ്റൽ ഫ്രെയിം, PQRS എന്ന് പറഞ്ഞ മെറ്റൽ ഫ്രെയിം ഉണ്ട്. അതിൽ PQ എന്ന് പറഞ്ഞ ആം മൂവബിൾ ആണ്. ഇറ്റ്സ് മൂവബിൾ. ഇറ്റ് ക്യാൻ മൂവ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി V. ഈ സൈഡിലോട്ട് മൂവ് ചെയ്യാം. ഈ ലെങ്ത് X ആ. ഈ മൂവബിൾ ആം ഫിക്സഡ് ഉണ്ട്, നമ്മുടെ ഡിസ്റ്റൻസ് X ആ. ഈ ഫിക്സഡ് ഉണ്ട് PQ, ഇതിൻ്റെ സൈഡ് ലെങ്ത് L ആ. All apparatus is placed in an external magnetic field acting into the plane. You can see the cross external field B ആണ്. നമ്മളിതിൻ്റെ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. കൺസിഡേഴ്സ് റെക്ടാങ്കുലർ കണ്ടക്ടിങ് ഫ്രെയിം PQRS of which one of the sides, say PQ, is movable in a perpendicular magnetic field with uniform speed V. Let L be its length and is at a distance, at a particular time it is at a distance X from the ഫിക്സഡ് എൻഡും ഈ മൂവബിൾ ആമും തമ്മിൽ ഡിസ്റ്റൻസ് X. ആസ് റോഡ് മൂവ്സ് റോഡ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ദ വാല്യൂ ഓഫ് X ഡിക്രീസസ്. therefore here you can see some field length, some flux is there, inward flux ഉണ്ട്. ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഏരിയ കുറയുമ്പോൾ ഇൻവാർഡ് ഫ്ലക്സ് കുറയും. അപ്പോൾ അതിനനുസരിച്ചുള്ള EMF കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഏത് ലോയാണ് നിങ്ങൾക്ക് ഈ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് തരുക? നത്തിങ് ബട്ട് ദി ഫാരഡേസ് ലോ. നോക്കുക, ദെൻ യൂസിങ് ദി ഫാരഡേസ് ലോ already I am going to calculate the magnetic flux. Flux is equal to BA cos theta. When the field lines are passing perpendicular, theta is equal to 0. BA. What is the area of this one? L into X, BLX. Okay, BLX is the area. Then going to calculate the magnitude of induced EMF using the Faraday's law. E is equal to minus d phi by dt. Substituting for phi as BLX, where B magnetic field, L length are constants. It's taken outside. Only the variable is X. As the road moves, the value of X decreases with respect to time. സാധാരണ നമ്മൾ വെലോസിറ്റിക്ക് എഴുതുക V is equal to dx by dt. അവിടെ ടൈമിനനുസരിച്ച് X ഇൻക്രീസ് ചെയ്യുക. ബട്ട് ഹിയർ വാല്യൂ ഓഫ് X ഡിക്രീസസ്, സോ ദാറ്റ് ഐ ക്യാൻ സേ ദാറ്റ് V is equal to minus dx by dt. നോക്കണേ മക്കളെ, മൈനസ് dx by dt എന്ത് കൊടുത്തു? BLV. ആൻഡ് ദിസ് EMF ഈസ് നോൺ ആസ് മോഷണൽ EMF. ഡോണ്ട് ഫോർഗെറ്റ്, ഹിയർ ദ B is the magnetic field perpendicular to both L and V. Let V be along the x-axis and L be along y-axis. Then magnetic field B should be along z-axis. അതിനെക്കുറിച്ച് ഒന്നുകൂടെ നമുക്ക് കൃത്യമായിട്ട് പറയാനുണ്ട്. എന്തായാലും മോഷണൽ EMFൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. E is equal to BLV. കുറച്ചുകൂടി നല്ലത് BVL എന്നുള്ള ഫോർമ. ഇത് NCERTയിലെ ഇക്വേഷൻ അതുപോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. കുറച്ചുകൂടി നല്ലത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ E is equal to BVL എന്നുള്ളതാണ്. ഓക്കെ, എന്താ വ്യത്യാസമുണ്ട്? അടുത്ത സ്ലൈഡ് കാണുമ്പോൾ മനസ്സിലാവും.
ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഒന്നും പറഞ്ഞില്ല കേട്ടോ, ഇൻഡ്യൂസ് ചെയ്ത കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒന്നും പറഞ്ഞില്ല, നമുക്കത് അടുത്ത സ്ലൈഡിൽ കാണാം. അപ്പോൾ ഇത് എന്താണ് മോഷണൽ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ, when a metal rod moves through a perpendicular magnetic field, some EMF will be induced across its edge and that EMF is known as motional EMF. Okay, fine. നമ്മൾ നേരത്തെ പറഞ്ഞുള്ള കഥകൾ NCERTയിലെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഭാഗം കുറച്ച് ഒന്ന് അഡീഷണൽ പറയാണ്. We got the value of motional EMF as BLV or BVL എന്ന് കിട്ടി. അതിൻ്റെ യഥാർത്ഥ വെക്ടർ ഫോമാണ് നമ്മളിവിടെ പറയുന്നത്. ഇൻ വെക്ടർ ഫോം ദ മോഷണൽ ഇ എം എഫ് ഈസ് ഈക്വൽ ടു ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് BVL. മാത്സിൽ വെക്ടേഴ്സ് പറഞ്ഞ ചാപ്റ്റർ പഠിച്ച ആൾക്കാർക്ക് അറിയേണ്ടതാണ് ബോക്സ് പ്രൊഡക്റ്റ്. ഇറ്റ്സ് മിക്സിംഗ് ഓഫ് ഡോട്ട് ആസ് വെൽ ആസ് ക്രോസ് പ്രൊഡക്റ്റ്. യു ക്യാൻ സീ ഹിയർ, ലിസൺ, ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് BVL is equal to vector B dot ബ്രാക്കറ്റിൽ ലിസൺ V cross L, where V cross L is the vector product. വെക്ടറാണ്, ആ വെക്ടറും ബിയും തമ്മിൽ നമ്മൾ എന്തെടുക്കുകയാണ്, ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നതാണ്. B dot V cross L, V cross L നെ എക്സ്പാൻഡ് ചെയ്താൽ യു ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് BVL sin theta. നോക്കണേ, ആൻഡ് ദിസ് ഇസ് ദ എക്സാക്ട് ഫോം. ദാറ്റ്സ് വൈ ഐ റിക്വസ്റ്റ് യു ടു ലേൺ ദ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു BVL. ഇതിനൊരു ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എനിവേ, മാത്സ് ഉള്ള കുട്ടികൾക്ക് അറിയാം ബോക്സ് പ്രൊഡക്റ്റ് BVL എങ്ങനെ കാണുക വെച്ചാൽ ബിയുടെ കമ്പണൻറ്റ് XYZ, ഡിറ്റർമിനൻറ്റ് ഓഫ് BX BY BZ, VX VY VZ, LX LY LZ. ഡിറ്റർമിനൻറ്റ് കാണുന്നത് ക്രോസ് പ്രൊഡക്റ്റ് 11th പഠിച്ച മക്കളാണ്. BX ഇൻറ്റു ഈ റോയും കോളം പോയി കഴിഞ്ഞാൽ VY LZ മൈനസ് ZLY, രണ്ടാമത്തെ ടേം മൈനസ് BY ഇൻറ്റു ഈ റോയും ഈ കോളം പോയി കഴിഞ്ഞാൽ VX LZ മൈനസ് VZ LX, ലിസൺ, പ്ലസ് തേർഡ് എലമെൻറ്റ് BZ, ആ റോയും കോളം പോയി കഴിഞ്ഞാൽ VX LY മൈനസ് VY LX. ഓക്കെ, ഇതാണ് ആ ഫോർമാറ്റ്. ഇത് മാത്രമല്ല, പല ബുക്കിലും പല ഇക്വേഷൻസ് ആണ് കാണാറ്. ഞാൻ BVL എന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ BVL നമ്മൾ സൈക്ലിക്കായി മാറ്റാം മക്കളെ. അത് ബീനെടുത്ത് VL ഇങ്ങോട്ട് അടുപ്പിച്ച് വെച്ചു, B വെച്ചു. ഓക്കെ, ദർഫോർ VLB. Can see here, വീനെടുത്ത് ലാസ്റ്റ് കൊണ്ടുപോയിട്ട് LBV. ആ ഓർഡർ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത്. ഏത് ഇക്വേഷൻ പറഞ്ഞാലും മോഷണൽ ഇഎംഎഫിൻ്റെ വെക്ടർ ഫോമാണ്. ഓക്കെ, വെൻ ദി ആർ പെർപെൻഡിക്കുലർ, നോ ഡൗട്ട് തീറ്റയുടെ വാല്യൂ 90 വരും. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ മാഗ്നിറ്റ്യൂഡ് വൈസ് കറക്റ്റാണ് BLV. ഓക്കെ, ഇനി ഈ ബോക്സ് പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ബോക്സ് പ്രൊഡക്റ്റ് മാത്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ പാരലോപ്പിപ്പിഡിൻ്റെ വോളിയം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് നല്ല യൂസുള്ളൊരു ടൂളാണ് ബോക്സ് പ്രൊഡക്റ്റ്. ഓക്കെ, ഈ ബോക്സ് പ്രൊഡക്റ്റ് BVL മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, ലെങ്ത് ഉണ്ട്. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം പാരലായാൽ ബോക്സ് പ്രൊഡക്റ്റ് വിൽ വാനിഷ്. എങ്ങനെ വെച്ചാൽ, ഇപ്പോൾ നമുക്ക് V cross L ഇടാം. V cross L VL പാരലാണെങ്കിൽ, അല്ല ഇവിടെ എടുത്തോളൂ, V cross VL പാരലാണെങ്കിൽ V cross L 0. ഇനിയിപ്പോൾ എല്ലും ബിയും ആണെങ്കിൽ L ഈക്വലാ, എല്ലും ബിയും പാരലാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ആൻസർ 0. ബിയും വിയും, അപ്പോൾ ഏതെങ്കിലും ഒന്ന് ആൻസർ 0 ആയിട്ട് പോകും. Therefore, listen, the sentence is somewhat important. Hence, if any two of the three vectors, which are the three vectors, magnetic field B, velocity V, length L, are parallel, this box product will vanish and hence the EMF is equal to 0. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില കഥകളാണ്. CBSEയും അതുപോലെ സ്റ്റേറ്റ് ബോർഡിൻ്റെ എല്ലാം ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ തിയറിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഏൻഷ്യൻ ടെക്സ്റ്റ് ബാക്ക് ക്വസ്റ്റ്യനാണ്. 6.10 എന്ന് പറയുന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തിയറിയാണ് പറയുന്നത്. ഓക്കെ, ഇൻ ദിസ് കേസ് ഫോർ എൻ എയറോപ്ലെയിൻ ഫ്ലൈങ് ഹൊറിസോണ്ടലി. അപ്പോൾ ഈ ഹൊറിസോണ്ടലി പറക്കുന്ന എയറോപ്ലെയിൻ്റെ വിങ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് മക്കൾ തൊട്ട് മുന്നത്തെ ചാപ്റ്റർ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. അതിന് രണ്ട് കമ്പണൻ്റ് ഉണ്ട്. ഇപ്പോൾ ഈ കേസിൽ ഇത് നോർത്ത് സൗത്ത്, ഓക്കെ, വെസ്റ്റ് ഈസ്റ്റ് എടുക്കുന്ന സമയത്ത് എർത്തിൻ്റെ ഫീൽഡ് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഇങ്ങനെ ഹൊറിസോണ്ടൽ കമ്പണൻ്റ് ഉണ്ടാവും. ഇതാണ് വെർട്ടിക്കൽ കമ്പണൻ്റ്. ഓക്കെ, ദിസ് ഈസ് വെർട്ടിക്കൽ കമ്പണൻ്റ്, ദിസ് ഈസ് ഹൊറിസോണ്ടൽ കമ്പണൻ്റ്. എയറോപ്ലെയിൻ്റെ വിങ്, ഇത് എയറോപ്ലെയിനാണെന്ന് എടുക്കുക, അതിൻ്റെ വിങ് ആണിത്. ഇതിന് എയറോപ്ലെയിൻ്റെ വിങ് ആരെയാണ് കട്ട് ചെയ്യുക, ഹൊറിസോണ്ടൽ കമ്പണിനെയാണോ കട്ട് ചെയ്യുക, അതോ വെർട്ടിക്കൽ കമ്പണിനെയാണോ, പെർപെൻഡിക്കുലർലി. ലിസൺ, ഇൻ ദ ഇക്വേഷൻ ഫോർ ദ മോഷണൽ EMF ഈസ് ഈക്വൽ ടു BVL. B ഈസ് ദ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ആ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് എയറോപ്ലെയിൻ്റെ വിങ്ങിൻ്റെ കേസിൽ ഏത് കമ്പണൻ്റാണ് വരിക, വെർട്ടിക്കൽ കമ്പണൻ്റാണ് വരിക. ഏത് കമ്പണൻ്റ് അല്ല, ഹൊറിസോണ്ടൽ കമ്പണൻ്റ് അല്ല. ക്ലിയർ ആണെന്ന് തോന്നുന്നു. ലിസൺ, ആ സെൻറ്റൻസുകൾ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഫോർ ദ എയറോപ്ലെയിൻസ് ഫ്ലൈങ് ഹൊറിസോണ്ടലി ദിയർ വിങ്സ് വിൽ കട്ട് ദി വെർട്ടിക്കൽ കമ്പണന്റ് ഓഫ് ദി എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. യു ആർ ഫാമിലിയർ വിത്ത് ദ സിംബൽസ് BV. Then EMF induced across its wings will be, instead of BLV, I am saying it as BVLV, or BV is the vertical component.
നോക്കൂ, ബി വിയുടെ ഇക്വേഷൻ അറിയാം. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സൈൻ ഐ. വാട്ട് ഇസ് ഐ? ഐ ഇസ് ദ ഡിപ്പ് ആംഗിൾ ഓർ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. ഡിപ്പ് ആംഗിൾ ഓർ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണ്. സിമിലർലി വെൻ എ റോഡ് ഈസ് falling downward, when a conducting rod is falling downward, ഇത് എർത്തിൻ്റെ ഹൊറിസോണ്ടൽ കമ്പണൻ്റ് ആണ്, ഇങ്ങോട്ടുള്ളത് എർത്തിൻ്റെ വെർട്ടിക്കൽ കമ്പണൻ്റ് ആണ്. ഇങ്ങോട്ട് താഴോട്ട് വീഴുന്ന സമയത്ത് ആരെയാണ് കട്ട് ചെയ്യുക? ഓഫ് കോഴ്സ് ഹൊറിസോണ്ടൽ കമ്പണൻറ്റിനെ കട്ട് ചെയ്യുക. കണ്ടീഷൻസ് ഉണ്ട്, ഹൊറിസോണ്ടൽ കമ്പണൻസിനെ കട്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് വെർട്ടിക്കൽ വരാത്തത്? വെർട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡും ഈ റോഡിൻ്റെ വെലോസിറ്റിയും പാരലല്ല. ഇഫ് എനി ടു ഓഫ് ദ ത്രീ ആർ പാരലൽ, അവിടെ ഇ എം എഫ് ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ട് വെർട്ടിക്കൽ കമ്പണൻ്റ് അല്ല തരിക. ഈ റോഡിൻ്റെ കേസിൽ ആരാണ് തരുക? തരുന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഹൊറിസോണ്ടൽ കമ്പണൻ്റ് ആണ് തരുക, ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡാണ് തരുക. ഓക്കെ, മക്കൾ ശ്രദ്ധിക്കണം. റോഡ് നോക്കൂ, എയ്റോപ്ലെയിൻ്റെ വിങ് ഇതാണ്. എയ്റോപ്ലെയിൻ്റെ വിങ് ആരെയാ കട്ട് ചെയ്യുക? വെർട്ടിക്കലിനെ കട്ട് ചെയ്യുക. ഓക്കെ, റോഡ് ഫ്രീലി ഫാളിങ് റോഡ് ആരെയാ കട്ട് ചെയ്യുക? ഹൊറിസോണ്ടൽ. ഉറപ്പിക്കാറായില്ല കേട്ടോ. ഇതാ ഇങ്ങനെ വീഴുമ്പോൾ ആരെയാ കട്ട് ചെയ്യുക? ആരെയും കട്ട് ചെയ്യുന്നില്ല. ഒരു കണ്ടീഷനുണ്ട്. ഈ റോഡ് വീഴുന്ന സമയത്ത് ഈ റോഡിൻ്റെ എൻഡുകൾ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണെങ്കിൽ ആരെ കട്ട് ചെയ്യും? ഈസ്റ്റ് വെസ്റ്റ്. ദാറ്റ് ഈസ് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണെങ്കിൽ ആരെ കട്ട് ചെയ്യും? ഹൊറിസോണ്ടൽ കമ്പണനെ കട്ട് ചെയ്യും. വെൻ ദ എൻഡ്സ് ഓഫ് ദ റോഡ് ഈസ് അലോങ് ദി നോർത്ത് സൗത്ത് ഡയറക്ഷൻ, ആരും കട്ട് ചെയ്യുന്നില്ല, അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യില്ല. ശ്രദ്ധിക്കണം മക്കളെ. ലിസൺ, ഇങ്ങനെ വീഴുന്ന സമയത്ത് വിച്ച് ഇസ് എൻഡ്സ് അലോങ് നോർത്ത് സൗത്ത്, ലിസൺ, ഹൊറിസോണ്ടൽ കമ്പണനെ കട്ട് ചെയ്യും. വെലോസിറ്റി താഴത്തേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, ലെങ്ത് ഇങ്ങോട്ടും, മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ മാക്സിമം ഉണ്ടായിരിക്കും. ഓക്കെ, എന്നാൽ സമയത്ത് എന്താ വെർട്ടിക്കൽ തരാഞ്ഞത്? വെർട്ടിക്കലും കമ്പണനും വെലോസിറ്റിയും പാരലല്ല. തരുമോ? ഇല്ല. അതുപോലെ നമ്മൾ ഇങ്ങനെ വീഴുന്ന സമയത്ത് ലെങ്ത്തും ഹൊറിസോണ്ടലും പാരലല്ല, എല്ലും ബിയും പാരലല്ല, അതും തരൂല്ല. വെലോസിറ്റിയും വെർട്ടിക്കലും പാരലല്ല. രണ്ട് കമ്പണൻ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്, ബി വി ആണെങ്കിലും ബി എച്ച് ആണെങ്കിലും തരില്ല. റിപ്പീറ്റ് ചെയ്യുന്നു. വിച്ച് വെൻ എ കണ്ടക്ടിങ് റോഡ് ഈസ് ഫാളിങ് ഡൗൺവാർഡ് വിത്ത് ഇറ്റ്സ് എൻഡ്സ് ലോങ് നോർത്ത് സൗത്ത് ഡയറക്ഷൻ, ലെങ്ത് ആൻഡ് ബി എച്ച് ആർ പാരലൽ. സിമിലർലി വെലോസിറ്റി ആൻഡ് ബി വി ആർ പാരലൽ. അപ്പോൾ രണ്ട് ഭാഗത്തും ഇ എം എഫ് തരില്ല. ഓക്കെ, നമുക്കതിൻ്റെ നോട്ട്സ് ഒന്ന് നോക്കാം. ഫോർ ദി കണ്ടക്ടിങ് റോഡ് ഫാളിങ് ഡൗൺവാർഡ്സ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി, if it ends along north south, no EMF induces. Why? BH and length are parallel. Similarly, BV and velocity are parallel. Okay, ഏതെങ്കിലും മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം പാരലൽ ആയാൽ EMF is equal to 0. No EMF induces. If it ends along east-west direction, it crosses the dash component, horizontal component, BH. Then the EMF induced across its edges is equal to BHLV. What is BH? Horizontal component. Total magnetic field BE യുടെ cos I. What is I? Dip angle or angle of inclination. Already you are familiar with this, with an equation. Vertical component, ratio of vertical component to the horizontal component is nothing but the tangent of the dip angle. Tan I is equal to BV by BH. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മോഷണൽ ഇ എം എഫ് ആയിരുന്നു. അതിൻ്റെ രണ്ട് കേസുകളാണ്. അപ്പോൾ മോഷണൽ ഇ എം എഫിൻ്റെ ഇക്വേഷൻ നമ്മൾ ബി വി എല്ലോ ബി എൽ വിയോ എന്ത് പഠിച്ചാലും കുഴപ്പമില്ല. ബി എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡാണ്. അത് എറോപ്ലെയിൻ്റെ വിങ്ങിൻ്റെ കേസിൽ ആരെയാ കട്ട് ചെയ്യുക? അത് വെർട്ടിക്കൽ കമ്പണനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രീലി ഫോളിംഗ് റോഡ് വിച്ച് എൻഡ്സ് ലോങ് ഈസ്റ്റ് വെസ്റ്റ് ആകുമ്പോൾ ഹൊറിസോണ്ടൽ കമ്പണനെ കട്ട് ചെയ്യും. ലോങ് നോർത്ത് സൗത്ത് ആകുമ്പോൾ ആരെയും കട്ട് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ അവിടുത്തെ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്, നേരത്തെ നമ്മൾ പറയാത്ത ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് തരുന്ന ലോ ഏതാ? ലെൻസസ് ലോ. In this motion EMF can be determined by Lenz's law, or in particular നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയ ലോ ആണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം. അപ്പം ഞാനിതിൽ നമുക്കറിയാം റൈറ്റ് ഹാൻഡ് റൂൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വെക്കണമെന്നും ആ സമയത്ത് മിഡിൽ ഫിംഗർ ഇത് അതുപോലെ ബെൻഡ് ചെയ്ത് കിടക്കണം കേട്ടോ. ഇതിൽ മൂന്ന് നിങ്ങൾ കോഡൊക്കെ ലെഫ്റ്റ് ഹാൻഡ് റൂളിന് കോഡൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഒരു കോഡ് ഇതിനും ഓർത്ത് വെക്കുക. ആൻഡ് ദിസ് ഈസ് ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ദ മാഗ്നറ്റിക് ഫീൽഡ് ഷോ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓർത്ത് വെക്കുക. ആൻഡ് ദിസ് ഈസ് ദ മോഷൻ, എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്ന റോഡ് മൂവ് ചെയ്യുന്നത്. ഈ രണ്ടും ഓക്കെ ആണെങ്കിൽ മിഡിൽ ഫിംഗർ ബെൻഡ് ചെയ്ത് കിടക്കുന്ന മിഡിൽ ഫിംഗർ വിൽ ഗിവ് യു the answer
ഫോർ ദി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. മക്കൾ ഓർത്ത് വെക്കാം, ഇവിടെ നിങ്ങൾ ചില ആൾക്കാർ എന്താ FBI ഫാദർ മദർ ചൈൽഡോ അല്ലെങ്കിൽ FBI എന്നൊക്കെ പഠിച്ച പോലെ ഇവിടുത്തെ കോഡ് VBI. V തമ്പ് വെലോസിറ്റി മോഷൻ ഡയറക്ഷനാണ്. ആൻഡ് ഫോർ ഫിംഗർ ദിസ് ഇസ് മാഗ്നറ്റിക് ഫീൽഡ്. ഷോ ദ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മളിപ്പോഴും എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതല്ലേ മക്കളെ. ലിസൺ, അത് മാഗ്നറ്റിക് ഫീൽഡാണ്, ഇത് വെലോസിറ്റിയാണ്. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ മിഡിൽ ഫിംഗർ ഈ ബെൻഡ് ചെയ്ത പൊസിഷനിൽ സ്ട്രെച്ച് ചെയ്യാൻ പാടുള്ളൂ. യു വിൽ ഗെറ്റ് ദി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡിനോട്ടഡ് ബൈ യുവർ മിഡിൽ ഫിംഗർ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അതിലെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഫിഗറൊക്കെ വരച്ചിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് മാത്രമാണ് മക്കൾ കൂടുതൽ ചെയ്യേണ്ടത്. ഇഫ് ദ സെൻട്രൽ ഫിംഗർ, forefinger and the thumb of right hand are stretched in mutually perpendicular to each other, and the forefinger points to the magnetic field and thumb points the direction of the motion, force, velocity, അതിൻ്റെ ഡയറക്ഷനിൽ സ്ട്രെച്ച് ചെയ്യുക. then your central finger, middle finger will give the direction of the induced current. ഇത് മക്കൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് പറയുക, നിങ്ങളുടെ കൈ വരേണ്ട ആ ഫോമാറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. മ്യൂച്വലി പെർപെൻഡിക്കുലർ പലതരത്തിൽ പിടിക്കാം. ഇതിൽ ഒരു എന്താണ് പറയുക, ഈ തരത്തിൽ തന്നെ ആളപത്മെന്നോ എന്തൊക്കെ നിങ്ങൾക്ക് അങ്ങനെ വിളിക്കുക വെച്ചാൽ കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ദ ട്വിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ സലീം കുമാറിൻ്റെ ട്വിസ്റ്റ് എന്നൊക്കെ അടിക്കണ മാതിരി ഈ കൈ വളരെ കൃത്യമായിട്ട് പിടിച്ചാൽ മാത്രമേ ആൻസർ കിട്ടുള്ളൂ. പിന്നെ ഇതിന് ഓർഡർ ഉണ്ട്. ആ ഓർഡറാണ് ഞാനിവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നേരത്തെ കണ്ട നമ്മുടെ പ്രോബ്ലമാണ്. അതിൽ PQ എന്ന് പറയുന്നത് റോഡ് അങ്ങോട്ട് മൂവ് ചെയ്യാണ് V വെലോസിറ്റിയിൽ. അപ്പോൾ നമ്മൾ മെത്തേഡ് അനുസരിച്ച് ലിസൺ റൈറ്റ് ഹാൻഡ് വെച്ച് എന്ത് ചെയ്യണം അറിയോ, കൈ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിക്കും. ലിസൺ, ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് വിൽ ഗിവ് യു ദ ലോറൻസ് ഫോഴ്സ്. ലെഫ്റ്റ് ഹാൻഡ് വിൽ ഗിവ് ലോറൻസ് ഫോഴ്സ്. റൈറ്റ് ഹാൻഡ് റൂൾ വിൽ ഗിവ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് തരുന്ന റൂളാണ്. അപ്പോൾ അതിനുവേണ്ടി റൈറ്റ് ഹാൻഡ് ഉറപ്പിച്ചു, മനസ്സിൽ ഉറപ്പിച്ച് കൈ മാറിയാൽ ആൻസർ മാറി ഇല്ലേ. എന്നിട്ട് ഷോ ദ മാഗ്നറ്റിക് ഫീൽഡ്. ഷോ ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ആദ്യം കാണിക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡ്. ഓക്കെ, സ്ട്രെച്ച് ദി തമ്പ് സ്ട്രെച്ച് ചെയ്തു. തമ്പ് എങ്ങോട്ട് കാണിക്കണം, വെലോസിറ്റി അങ്ങോട്ടാ. കണ്ടോ, സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്താൽ തെറ്റിക്കില്ല. ഇനി ഇത് തിരിക്കുന്ന സമയത്ത് കടകടാടുന്നത് കളിക്കരുത്. വൺസ് മോർ റൈറ്റ് ഹാൻഡ്, ലിസൺ, മാഗ്നറ്റിക് ഫീൽഡ്, വെലോസിറ്റി, ദെൻ യുവർ middle finger stretch ചെയ്യുക. it will be in the downward direction. red color indicates the direction of induced current. കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി അങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു പ്രോബ്ലം നിങ്ങൾക്ക് സംശയം ഉണ്ടാവുന്നതാ, ഇവിടെ ഇതെന്താ ഇവിടെ നെഗറ്റീവും പോസിറ്റീവും. ലിസൺ, ഇവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുക. സെല്ലിനുള്ളത് പോലൊരു EMF ഉണ്ടാവുന്നുണ്ട്. സെല്ലിന് പുറത്ത് കറണ്ട് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിലും സെല്ലിനുള്ളിൽ കറണ്ട് എങ്ങോട്ടാ, നെഗറ്റീവ് ടു പോസിറ്റീവാ. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. നോക്കണേ, ഇവിടെ എഴുതിയിട്ടുണ്ട് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ മൂവിംഗ് റോഡ്. ഈ മോഷണൽ EMFൻ്റെ കേസിൽ ഏത് റോഡുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ആണോ ചേഞ്ച് ചെയ്യുന്നത്. Listen, in that road the current is moving from low potential negative to high potential positive. Outside that the current flows from positive to negative. ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബാക്കി പ്രോബ്ലത്തിലോട്ട് നീങ്ങുകയാണ്. ഇതുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ മെഡിക്കൽ ക്വസ്റ്റ്യൻ ആണിത്. എ തിൻ സെമി സർക്കുലർ കണ്ടക്ടിങ് റിംഗ് സെമി സർക്കിളാണ്. PQR of radius small letter r is falling with its plane vertical. Its plane is vertical like this in a horizontal magnetic field as shown in the figure. The potential is moving with a constant velocity. The potential difference developed across the ring when speed v, velocity v ആവുന്ന സമയത്തുള്ള ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയെന്നാണ് ചോദ്യം. മക്കളെ, മോഷണൽ EMF കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കുള്ള ഇക്വേഷൻ എന്താ, മൂവ് ചെയ്യുന്ന സമയത്തുള്ള EMF കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ, BLV എന്നാ. ഓക്കെനോ, അതിൽ BLV യഥാർത്ഥ ഫോം BLV സൈൻ തീറ്റ വരും. ഈ സൈൻ തീറ്റ നമ്മൾ നേരത്തെ പറഞ്ഞ് ബിയുടെ കൂടെ എടുത്തിട്ട് പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു. ഈ കേസിൽ ഓൾറെഡി മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡാണ്, വെലോസിറ്റി ഡൗൺവേർഡാണ്. അപ്പം ഞാൻ ഈ ഒരു ടേമാണ് ഒരുമിച്ച് വായിക്കുന്നത്. L സൈൻ തീറ്റ, B ഇൻവേർഡ്, വെലോസിറ്റി ഡൗൺവേർഡ് താഴ്ത്തിക്കുക. അപ്പോൾ ഏതായിരിക്കും, X ഡയറക്ഷനിലാണ്. ഇതായിരിക്കും നിങ്ങളുടെ L വരിക. ഓക്കെ, L സൈൻ തീറ്റ എന്നുള്ളത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവുന്ന കോൺസെപ്റ്റാണ് അവിടെ വേണ്ടത്. ദർഫോർ B മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ B തന്നെയാണ്, വെലോസിറ്റി V തന്നെയാണ്. വാട്ട് ഈസ് L സൈൻ തീറ്റ? നത്തിങ് ബട്ട് ദ ഡയമീറ്റർ. റേഡിയസ് ഇസ് ഗിവൺ, ദർഫോർ 2r. ഓക്കെ, നോ 2r VB. ലിസൺ, ഇപ്പോൾ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് 2r BB ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലും നമുക്കിത് എവിടെയാണ് ഹൈ പൊട്ടൻഷ്യൽ എന്ന് കാണണം. മക്കൾ, എവിടെയാണ് ഹൈ പൊട്ടൻഷ്യൽ എന്ന് കാണണമെങ്കിൽ മക്കൾക്ക് മനസ്സിലാവണം, കറണ്ട് ഫ്ലോസ് ഫ്രം, സാധാരണ കറണ്ട് ഫ്ലോസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്, ബട്ട് ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ ഓർ പോസിറ്റീവ് ടു നെഗറ്റീവ്. ബട്ട് ഈ മോഷണൽ EMFൽ എവിടെയാണോ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത് അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവാ, ലോ പൊട്ടൻഷ്യൽ ഹൈ പൊട്ടൻഷ്യലാ. ആ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എവിടെ
എവിടെയാണ് ഹൈ പൊട്ടൻഷ്യൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. മക്കൾ ബോർഡിലോട്ട് ശ്രദ്ധിക്കണേ. ഞാനപ്പോൾ ഐ എം ഗോയിങ് ടു അപ്ലൈ ദി ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. റൈറ്റ് ഹാൻഡ് എടുത്തു, ഓക്കെ, ഹോൾഡ് ചെയ്ത് ഇതുപോലെ ഇടിക്കാൻ പിടിച്ചു, ഓക്കെ. ദെൻ ഷോയിങ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻവേർഡ്, സ്ട്രെച്ചിങ് ദി തം ഷുഡ് ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ, താഴോട്ടാണ് വീഴുന്നത്, ലിസൺ, ഓക്കെ. ആൻഡ് ദിസ് ഐ ആം സ്ട്രെച്ചിങ് ദ മിഡിൽ ഫിംഗർ, ദെർഫോർ ഇൻ ദിസ് ഡയറക്ഷൻ ദ കറണ്ട് ഫ്ലോസ്, അങ്ങോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദിസ് ഡയറക്ഷൻ കറണ്ട് ഫ്ലോസ്. ഇതാണ് ഡയറക്ഷൻ, അതായത് ഇവിടെ ഇമാജിനറി ആണ്. ദ പി ക്യു ആർ, ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നോക്കൂ, ഓർഡിനറി കറണ്ട് മൂവ്സ് ഫ്രം ഹൈ പൊട്ടൻഷ്യൽ ലോ പൊട്ടൻഷ്യൽ, ആൻഡ് ദിസ് കറണ്ട് മൂവ്സ് ഫ്രം low potential to high potential. Therefore this is low negative and this is high positive. high potential ആണ്, ആറ് ഹൈ പൊട്ടൻഷ്യൽ. സാധാരണ കറണ്ട് സർക്യൂട്ടിന് പുറത്തെ കഥകൾ പറയുമ്പോൾ ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് പറയുന്നത് സെല്ലിനുള്ളിലെ കഥകളാണ്. അത് നെഗറ്റീവ് ടു പോസിറ്റീവാണ്. നോക്കാം നിങ്ങൾക്ക്, നെഗറ്റീവ് ടു പോസിറ്റീവ്. Therefore EMFിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2EBR. ആരാണ് ഹൈ പൊട്ടൻഷ്യൽ? R is at a higher potential. R is at a ഹയർ പൊട്ടൻഷ്യൽ. ഇതുപോലുള്ള അടുത്തൊരു ക്വസ്റ്റ്യനാണ് നമുക്ക് വരുന്നത്. NCERTയിലെ സോൾവ്ഡ് ക്വസ്റ്റ്യനാണ്. മക്കൾ ഈ ഒരു പ്രോബ്ലം നോക്കുക. പ്രെഡിക്റ്റ് ദ പൊളാരിറ്റി ഓഫ് ദി കപ്പാസിറ്റർ. ഇതൊരു കപ്പാസിറ്ററാണ്. AB 2 പ്ലേറ്റുകളുണ്ട്. ഒരു വയർ ലൂപ്പിന് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു സൗത്ത് പോളും, ഇത് ഏത് സൈഡാണ്? എ സൈഡാ ബി സൈഡാ? ദ സെക്കൻഡ് ഹാഫിലാണ് ആക്സ് കാണുന്നത്. ദെർഫോർ ഇറ്റ് ഈസ് ബി സൈഡ്. ഓക്കെ, നോ അപ്പുറത്തൊന്നും നമ്മൾ കാണുന്നില്ല, അത് എ സൈഡാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ചില കഥകൾ ഒന്ന് പറയുകയാണെങ്കിൽ, ഇവിടുന്ന് സൗത്ത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ സൗത്ത് പോൾ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യം ഡിസ്കസ് ചെയ്യാം. സൗത്ത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, ഇവിടെ എന്തുണ്ടാവണം മക്കളെ? സൗത്ത് പോൾ ഉണ്ടാവണം. സൗത്ത് പോൾ എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസാണ്. അപ്പോൾ ഇവിടെ സൗത്ത് പോൾ ഉണ്ടാവണം. സൗത്ത് പോൾ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസാണ്. ക്ലോക്കിൻ്റെ സൂചി തിരിയുന്ന പോലെ മാർക്ക് ചെയ്തു. ഓക്കെ നോ. അപ്പോൾ ഈ ഭാഗം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അപ്പുറത്തുള്ള നോർത്ത് പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴുള്ള ഇഫക്റ്റ് എന്താ? നോക്കൂ, നമ്മൾ കാണുന്നത് ബി സൈഡാണ്. ആ പുറകു വശത്തുനിന്ന് നോർത്ത് പോൾ കൊണ്ടുവരാണ്. നോർത്ത് പോൾ കൊണ്ടുവരുമ്പോൾ ഈ ബാക്ക് സൈഡിൽ ആരുണ്ടാവും? നോർത്ത് ഉണ്ടാവും. അവിടുന്ന് നോർത്ത് വരുമ്പോൾ നോർത്തിനെ തടയണ്ടേ? നോർത്ത് എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസാ. അപ്പോൾ ഇപ്പുറത്ത് എന്താ ഉണ്ടാവുക? ക്ലോക്ക് വൈസാ. അപ്പോൾ ഇവിടുന്ന് സൗത്ത് കൊണ്ടുവരുന്നതും ബാക്ക് സൈഡിലൂടെ നോർത്ത് കൊണ്ടുവരുന്നതും ഒരേ ഇഫക്റ്റാണ്. അതുകൊണ്ട് ഈ രണ്ട് മാഗ്നറ്റിൻ്റെ മൂവ്മെൻറ്റ് കാരണം ദ കറണ്ട് വിൽ ബി ക്ലോക്ക് വൈസ്, ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇതിൽ AB എന്നുള്ളത് ഒരു എലമെൻറ്റ് മാത്രം. നമ്മുടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് ആ വയർ ലൂപ്പിലാണ്. സാധാരണ ഓർഡിനറി കറണ്ട് മൂവ്സ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആൻഡ് ദിസ് കറണ്ട് മൂവ്സ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് ദ ബിയുടെ വാല്യൂ നെഗറ്റീവ്, ബി നിങ്ങനക്ക് ഒന്ന് കണ്ടോ, എയുടെ വാല്യൂ പോസിറ്റീവ്. എക്സ്റ്റേണൽ കപ്പാസിറ്ററിലെ കഥയിലല്ലോ പറയുക, നമ്മൾ ഈ വയർ ലൂപ്പിലാണ് EMF ഇൻഡ്യൂസ് ചെയ്യുക. അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഫ്രം നെഗറ്റീവ് ടു positive. Therefore A will be at a positive polarity and capacitor B plate will be at a negative polarity. ഓക്കെ, നമ്മുടെ സർക്യൂട്ടിൽ വയർ ലൂപ്പാണ് ഇവിടെ സെല്ല് പോലെ ആക്ട് ചെയ്യുന്നത്. AB എന്നുള്ളത് സർക്യൂട്ടിന് ഔട്ടർ അല്ല എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. അതിൻ്റെ പൊളാരിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി 2-3 ഹോംവർക്ക് ക്വസ്റ്റ്യനുകളാണ് നമുക്ക് തരാനുള്ളത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ആസ് എ vector quantity and length 5 meter is placed on y. 5j ആണ് ലെങ്ത്, വേറെ കമ്പണൻ്റ് ഒന്നുമില്ല. and moving along the x-axis with a constant speed 1 meter per second. I velocity v എന്നുള്ളത് 1i ആണ്. ലെങ്ത് L എന്നുള്ളത് 5j ആണ്. മാൻഫീൽഡ് തന്നിട്ടുണ്ട് 3i + 4j + 5k. ആസ്കിങ് ഫോർ ഇൻഡ്യൂസ്ഡ് EMF. ഇൻഡ്യൂസ്ഡ് EMF കാണാൻ വേണ്ടിയിട്ട് മോഷണൽ EMFൻ്റെ കേസിൽ വെക്ടർ ഫോം പഠിപ്പിച്ചിരുന്നു. ബോക്സ് പ്ലോട്ട് ഓഫ് BVL, ഡിറ്റർമിനൻ്റ് ഓഫ് BX BY BZ, VX VY VZ LX LY LZ കൊടുക്കുക. ഉള്ള എലമെൻറ്റ് മാത്രം എഴുതിയാൽ മതി. ഇല്ലാത്തതിനൊക്കെ എന്ത് ചെയ്യാം? 0 കൊടുത്ത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്: an aeroplane is flying horizontally with a velocity 360 km/h. സ്പീഡ് തന്നിട്ടുണ്ട് 360 km/h, മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ മറക്കണ്ട. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടിപ്സ് ഓഫ് ദ വിങ് ഓഫ് എയ്റോപ്ലെയിൻ ഈസ് 25 മീറ്റർ. വിങ്ങിൻ്റെ ആ സ്പാൻ ലെങ്ത് 25 മീറ്റർ ആണ്. ദ വെർട്ടിക്കൽ കമ്പണൻറ്റ്, ഡയറക്ട്ലി വെർട്ടിക്കൽ കമ്പണൻറ്റ് തന്നിട്ടുണ്ട്. ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് നത്തിങ് ബട്ട് B LV, where B is the vertical component. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇതേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഡയറക്റ്റ് വെർട്ടിക്കൽ കമ്പണൻറ്റ് തരാതെ
ടോട്ടൽ ഫീൽഡ് ബിയും അതുപോലെ ഡിപ്പ് ആംഗിളിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകിൽ 10th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ ഇന്നത്തെ ദിവസം നമ്മൾ പരിചയപ്പെട്ടത് മോഷണൽ EMF എന്ന് പറഞ്ഞ കണ്ടന്റാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് റോഡ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMF കാൽക്കുലേറ്റ് ചെയ്തതാണ്. അതിൻ്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടി ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒന്ന് പരിചയപ്പെട്ടു. അതിൻ്റെ സിസ്റ്റമാറ്റിസിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അതുപോലെ ഏതൊക്കെ കമ്പണൻറ്റുകൾ എങ്ങനെയൊക്കെ ആയാലാണ് അതിൻ്റെ ആൻസറിലോട്ട് വരിക, എയ്റോപ്ലെയിനിൻ്റെ വിങ് ആരെയാണ് കട്ട് ചെയ്യുക, ഫ്രീലി ഫാളിംഗ് റോഡിൻ്റെ എൻസ് ഈസ്റ്റ് വെസ്റ്റ് ആകുമ്പോഴും നോർത്ത് സൗത്ത് ആകുമ്പോഴും എന്തൊക്കെയാണ് വ്യത്യാസം, ഇങ്ങനെയുള്ള കഥകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇവിടെ ഇപ്പം നമ്മൾ കഴിഞ്ഞിട്ടുള്ളത് ട്രാൻസ്ലേറ്ററി മോഷനാണ്. റോഡിൻ്റെ എല്ലാ പോയിൻറ്റ്സും ഒരേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന കേസാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് റൊട്ടേഷണൽ മോഷനാണ്. ലിസൺ, മോഷണൽ EMFൽ അത് റൊട്ടേഷൻ്റെ കേസിൽ എന്താണ് വ്യത്യാസം വരിക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.